പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 19. പ്രധാന വാർത്തകൾ. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ, സ്റ്റർജൻ മൂൺ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ചന്ദ്രപ്രതിഭാസത്തിന് ഇന്ന് ലോകം സാക്ഷിയാവും. ഒമാൻ സമയം വൈകുന്നേരം 5:37 മുതൽ സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമായി തുടങ്ങും. രാജ്യം സാക്ഷിയാവുന്നത് ഏറ്റവും വലിയൊരു ആകാശക്കാഴ്ചയ്ക്കാണ് എന്നതാണ് സത്യം. പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിനോട് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. എന്നാൽ ബ്ലൂ മൂൺ ഒരിക്കലും അപൂർവമായി മാത്രം കാണുന്ന പ്രതിഭാസമല്ല. വർഷത്തിൽ 2-3 തവണ ബ്ലൂ മൂൺ കാണപ്പെടുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹം വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഉപയോഗിച്ച ടയറുകൾ കാലാവധി തിരുത്തിയും മറ്റും വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിഴത്തുക ഉയർത്തിയതായും അധികൃതർ അറിയിച്ചു. 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിതെന്നും നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ പിഴ ഇരട്ടിയാക്കുമെന്നും അധികൃതർ ഉണർത്തി. ഇത്തരത്തിൽ ശിക്ഷ 2000 റിയാൽ വരെ പിഴ ലഭിക്കാം. നിയമലംഘകരെ പിടികൂടുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അധികൃതർ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യും. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ദേശഭക്തി തുളുമ്പുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെ മുലദ്ദ ഇന്ത്യൻ സ്കൂളിൽ ആഘോഷിച്ചു. സ്കൂൾ കൊയർ അവതരിപ്പിച്ച പ്രാർത്ഥനാ ഗാനത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികൾ ഒമാൻ ഇന്ത്യ ദേശീയ ഗാനങ്ങൾ ആലപിച്ചു. മുഖ്യാതിഥി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മാത്യു വർഗീസ് സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ നടത്തിയ മാർച്ച് പാസ്റ്റിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സാർവത്രിക സാഹോദര്യം, അഖണ്ഡത, ഐക്യം എന്നിവയുടെ മഹത്വം ഉൾക്കൊണ്ട് ഉത്തമ പൗരന്മാരാകാനും രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാനും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് തന്റെ പ്രസംഗത്തിൽ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയും സ്വാതന്ത്ര്യദിനാഘോഷം മികവാർന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പ്രമേയത്തിൽ ICF മസ്കത്ത് സെൻട്രൽ പൗരസഭ അൽ ഖുവൈർ CM മദ്രസയിൽ വെച്ച് നടന്നു. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുവാനും അപരവൽക്കരണത്തെ നിരുത്സാഹപ്പെടുത്തി ഐക്യത്തോടെ നിലകൊള്ളുന്ന ഇന്ത്യൻ ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നും സംഗമം ആഹ്വാനം ചെയ്തു. പുതുതലമുറയിലും ഇതിനുവേണ്ടിയുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പൗരസഭ അഭിപ്രായപ്പെട്ടു. ICF മസ്കത്ത് സെൻട്രൽ പ്രസിഡന്റ് റഫീഖ് സഖാഫി വയനാട് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഒമാൻ സിറാജ് ഡയറക്ടർ ബോർഡ് അംഗം ഇസ്ഹാഖ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്ത് വിഷയം അവതരിപ്പിച്ചു. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ വയനാടിനെ പുനരുദ്ധരിക്കാൻ KPCC ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇൻക്യാസ് ഒമാൻ പ്രവർത്തകർ സജ്ജമായി കഴിഞ്ഞുവെന്ന് ഇൻക്യാസ് ഒമാൻ ദേശീയ പ്രസിഡന്റ് സജി ഔസേപ്പും ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കോതോട്ടും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായവരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി കോൺഗ്രസിന്റെ മൊബൈൽ ആപ്പ് വഴിയുള്ള ധനസമാഹരണ യജ്ഞം ഈ മാസം 19 മുതൽ ആരംഭിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP അറിയിച്ചു. പൂർണ്ണമായും ഓൺലൈനിലൂടെ ആയിരിക്കും KPCCയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസ ധനസമാഹരണ യജ്ഞം നടത്തുക. ഇതിനായി KPCC ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡ് വിത്ത് വയനാട് INC എന്നാണ് KPCC ആപ്ലിക്കേഷന്റെ പേര്. ആപ്പിന്റെ ലോഞ്ചിങ് ഇന്ന് നടക്കും. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവ വഴി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അടിയന്തരമായി A- ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബൗഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബൗഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒമാനിലെ ഇന്ത്യക്കാരുടെ ഔദ്യോഗിക കൂട്ടായ്മയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് എല്ലാ വർഷവും നൽകി വരുന്ന ഇന്ത്യൻ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് ഈ വർഷം മസ്കത്ത് KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റയീസ് അർഹനായി. ഒമാനിൽ അഹമ്മദ് റയീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ അഹമ്മദിന്റെ മകനാണ് അഹമ്മദ് റയീസ്. കോവിഡ് കാലത്ത് ഒമാനിലെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനാകമാനം തുല്യതയില്ലാത്ത സേവനമാണ് അഹമ്മദ് റയീസിന്റെ നേതൃത്വത്തിൽ മസ്കത്ത് KMCC കാഴ്ചവെച്ചത്. ഇന്ത്യൻ സ്ഥാനാപതി അമിത് നാരംഗ് പുരസ്കാരം കൈമാറി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ ഭാരവാഹികൾ സംബന്ധിച്ചു. ആധുനിക കവിത്രയത്തിലെ ആശയഗംഭീരനും സ്നേഹഗായകനുമായ മഹാകവി കുമാരനാശാന്റെ ചരമ ശതാബ്ദിയാചരണത്തിന്റെ ഭാഗമായി കവിതക്കൂട്ടം മസ്കത്ത് അവതരിപ്പിക്കുന്ന കേളീരവം മെഗാ പ്രോഗ്രാം ഒക്ടോബർ 25-ന് മസ്കത്ത് അൽ ഫലാജ് ഗ്രാൻഡ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ പ്രധാന ആകർഷണം ശ്രീ ഭൂവലസ്ഥിര, പൂമാരി എന്നീ മെഗാ ഷോകളായിരിക്കും. പരിപാടിയുടെ ഓഡിഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി കവിതാക്കൂട്ടം ഭാരവാഹികൾ അറിയിച്ചു. മസ്കത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഖബീർ യൂസഫ് ഓഡിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുബ്ര ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം അധ്യാപകൻ ജിതേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ സുജിത്, സലോമി ചാക്കോ, സുരേന്ദ്രൻ മാസ്റ്റർ, അരുൺ മാധവ് എന്നിവർ സംസാരിച്ചു. ഇന്നു മുതൽ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കും. മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. മസ്കത്ത്, തെക്കൻ ഷർക്കിയ, അൽ വുസ്ത, ദോഫാർ ഗവർണറേറ്റിൽ മഴ ലഭിക്കും. ശക്തമായ കാറ്റുവീശും. തീരദേശങ്ങളിൽ തിരമാല ഉയരും. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. അതേസമയം ഇബ്ര, ഖാബൂറ, ലിവ, സുഹാർ, ബഹ്ല, ഇബ്രി തുടങ്ങിയ പ്രദേശങ്ങളിലും ദോഫാറിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഇന്നലെയും ഭാഗികമായി മഴ ലഭിച്ചു. മസ്കത്ത് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പകൽ സമയങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. മഴ ലഭിച്ച സ്ഥലങ്ങളിൽ താപനിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. തണുത്ത കാറ്റും അടിച്ചു വീശുന്നതിനാൽ വേനൽ ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കുകയാണ്. ഇൻകാസ് ഒമാൻ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യവും സ്വയംഭരണവും മഹത്തായ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണെന്നും നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെറിയവനു പോലും തുല്യനീതിയും അവകാശവും ഉറപ്പാക്കേണ്ടത് ഭരണാധികാരികളെപ്പോലെ തന്നെ ഓരോ പൗരന്റെയും കടമയാണെന്നും ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ച ഇൻകാസ് നാഷണൽ പ്രസിഡന്റ് അനീഷ് കടവിൽ ഏവരെയും ഓർമ്മിപ്പിച്ചു. ഉന്നതാധികാര സമിതി അധ്യക്ഷൻ ഹൈദ്രോസ് പതുവന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറിവ് പങ്കുവെക്കുക എന്ന മഹത്തായ ആശയം മുൻനിർത്തി പുസ്തകങ്ങൾ ശേഖരിക്കുവാനും മേഖലയിലെ എല്ലാവർക്കും വായനയ്ക്ക് സൗകര്യപ്പെടുത്താനും SKSSF ആസിമ മേഖല വേദിയൊരുക്കുന്നു. ഓരോ പ്രവാസിയുടെ മുറികളിലുമുള്ള പുസ്തകങ്ങൾ ശേഖരിച്ച് മേഖലയിലെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പൊതു ലൈബ്രറി തുടങ്ങുകയും വിതരണം ചെയ്യുകയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭത്തിൽ ഒമാനിലുള്ള എല്ലാവരും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദോഫാർ ഗവർണറേറ്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റ് ഗാട്ട് കടത്ത് പിടികൂടി. വാഹനത്തിൽ കടത്തിയ 250 പാക്കറ്റിലധികം മയക്കുമരുന്നാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർഖ വിലായത്തിൽ പള്ളിയിൽ നിന്നും ചാരിറ്റി ബോക്സ് മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാരിറ്റി വിഭാഗം സ്ഥാപിച്ച പെട്ടിയാണ് ഇയാൾ പണം അപഹരിച്ചത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഖുറമിൽ കടലിൽ കാണാതായ സ്വദേശികൾക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതായി മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. ഈ മാസം 6-ന് ചൊവ്വാഴ്ചയാണ് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കാണാതാകുന്നത്. 2 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇവർക്കായി ദിവസങ്ങളായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചായിരുന്നു പരിശോധന. തിരച്ചിലിന്റെ വിവിധ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മത്സ്യബന്ധന ബോട്ട് സഹം വിലായത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടെ കണ്ടെത്തിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.